ചേച്ചിയാണ് പറഞ്ഞിരുന്നു രാവിലെ ഇവിടെ വന്ന് വീഡിയോ എടുക്കാൻ ഒരുപാട് മീനൊക്കെ ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞിട്ട്. ചേച്ചി എന്തൊക്കെ മീനുണ്ടെന്ന് ഒന്ന് കാണിച്ചു കൊടുത്തേ. മീനൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ. ചേച്ചിയുടെ അടുത്തുള്ള മീനൊക്കെ ഒന്ന് കണ്ടു നോക്കണം. കേര, വേളാവ്, അയില, നെത്തോലി, കാര, കീരിച്ചാള, പാൽക്കാരയാണ്. പാൽക്കാര, കണ്ണൻകൊഴിയാള, വാള, കൊഞ്ച്, പിന്നെ മുള്ളും തലയും, കണവ. ഇത് കേര പീസാണോ? കേര പീസാണ്. അപ്പോൾ ഈ സ്ഥലം വരുന്നത് നമ്മുടെ ബാലരാമപുരം കട്ടച്ചൽ കുഴിയാണ്. അതുപോലെ തന്നെ ചേച്ചി ഇവിടുത്തെ ഒരു ടൈം എങ്ങനെയാണ് വരുന്നത്? വൈകുന്നേരം 3:30 മുതൽ രാത്രി 11:30 വരെ നമ്മുടെ ഈ സ്പോട്ടിൽ നിന്ന് വന്ന് മീൻ വാങ്ങാവുന്നതാണ്. അപ്പോൾ ചേച്ചി പേരൊന്ന് പറഞ്ഞു കൊടുത്തേ. മിനി എന്നാണ് പേര്. അപ്പോൾ ചേച്ചി മാത്രമല്ല, ഇവിടെ 100 കണക്കിന് ആൾക്കാരുണ്ട്. അപ്പോൾ വേറെ നമ്മുടെ ചേച്ചി ഇവിടെ ഉണ്ട്. ചേച്ചി ഇതിൻ്റെ എങ്ങനെ കൊഞ്ചെങ്ങനെ റേറ്റ് എങ്ങനെ? അര കിലോ കൊഞ്ച് 250 രൂപയാണ്. വലിയ അതായത് ചേച്ചി ഒരു വളർത്തു കൊഞ്ചല്ലേ? വളർത്തു കൊഞ്ചാണ് കേട്ടോ ഇത്. പിന്നെ കണവ എങ്ങനെ വരുന്നത്? കണവ 100, 200. ചേച്ചി സാധനം കൊടുത്തോ. ചൂരക്കുട്ടി വെച്ചിട്ടില്ല. ചൂരക്കുട്ടി ഉണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് കൊഴിയാള ഉണ്ട്, പിന്നെ നെത്തോലി, കണ്ണൻ കൊഴിയാള. ഇവിടുത്തെ ഒരു ടൈം പറഞ്ഞത് കേട്ടല്ലോ നമ്മുടെ കൂട്ടുകാർ. വൈകുന്നേരം 3:30 മുതൽ രാത്രി 11:30 വരെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ മീൻ വാങ്ങാവുന്നതാണ്. ഇവിടുത്തെ ഒരു തിരക്ക് കാണുമ്പോഴേ നമ്മുടെ കൂട്ടുകാർക്ക് മനസ്സിലാകും എത്രത്തോളം. അതാണ്ട് ചൂരക്കുട്ടി എടുത്ത് വയ്ക്കുന്നുണ്ടോ ചേച്ചി? എത്ര ചേച്ചി? 4 200 രൂപയാണ്. ചേച്ചി ഈ മണ്ണ് വയ്ക്കുന്ന ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ടല്ലോ, എന്തിനാണ്? നമ്മൾ ചിറകി പോകാതിരിക്കാനാണ് മണ്ണ് വെക്കുന്നത്. സത്യാവസ്ഥ നമുക്ക് പല വലിയ സ്ഥലം കിട്ടൂല. നമ്മൾ തോനെ മീൻ എടുക്കണത് കൊണ്ട് പല പേര് അതിന്റെ പുറത്ത് അങ്ങനെ മീൻ അടുക്ക് വെക്കാനാണ് മണ്ണ് വെക്കണേ. പക്ഷെ നല്ല നമ്മുടെ കടലിന്റെ അകത്തുനിന്ന് എടുത്ത നല്ല മണ്ണാണത്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട് എന്തുകൊണ്ടാണ് മണ്ണ് വെച്ച് ഈ മീൻ വയ്ക്കുന്നതെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീൻ ചറിയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മണ്ണ് വെച്ചിട്ട് മീൻ വയ്ക്കുന്നത്. അറിയാത്ത കൂട്ടുകാരാണെങ്കിൽ മനസ്സിലാക്കേണ്ട. ഇതുപോലെ നിരനിരയായിട്ട് മണ്ണ് വിരിച്ചിട്ടിട്ടാണ് ഇതുപോലെ മീനൊക്കെ വയ്ക്കുന്നത്. ഇനി ഒരുപാട് മീൻ ഐറ്റങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ മാർക്കറ്റ് തുടങ്ങിയ ഒരു ടൈം ആയതുകൊണ്ട് ബാക്കി മീനും കാര്യങ്ങളൊന്നും വച്ചിട്ടില്ലേ. നോക്കാം, അപ്പുറത്തുണ്ട് നമ്മുടെ ചേച്ചിമാരൊക്കെ, അവിടെ മീൻ വെച്ചിരിപ്പുണ്ട്. നോക്കാമേ. അടുത്തിന് വേളാപ്പാരയാണ് എടുത്ത് വയ്ക്കുന്നത്. ചേച്ചി പ്രധാനമായിട്ട് എവിടെ നിന്നാണ് മീൻ എടുക്കുന്നത്? വിഴിഞ്ഞത്തുനിന്ന് എടുക്കും, അടിമലത്തുറ, പിന്നെ പുതിയ തുറ, അങ്ങനെയൊക്കെ എടുക്കും. പിന്നെ കൊഞ്ചൊക്കെ എടുക്കുന്നത് പള്ളത്തുനിന്നാണ്. ഈ പള്ളത്ത് മാത്രമേ വളർത്തു കൊഞ്ച് കിട്ടത്തുള്ളൂ, അതുകൊണ്ടാണ് അവിടെ നിന്ന് എടുക്കുന്നത്. ബാക്കിയുള്ള മീനുകളൊക്കെ പള്ളത്ത് കടപ്പുറമുണ്ട്. കടപ്പുറം മീനൊക്കെ വരുന്നത് എല്ലാ കടപ്പുറത്തുള്ള മീനും പള്ളം കടപ്പുറത്ത് വരും. വിഴിഞ്ഞത്ത് അവിടെ തിരക്കാണെങ്കിൽ വിഴിഞ്ഞത്തുനിന്ന് വെള്ളം പിടിച്ചിട്ട് പെട്ടിയിലാക്കി ഒരു പള്ളത്ത് ആ മീൻ കൊണ്ടുവരും. പക്ഷെ അതൊക്കെ നല്ല ഫ്രഷ് മീനുകളാണ്. പിന്നെ മോശമായിട്ടുള്ള മീനുകളുണ്ട്, അതാണ് നമ്മൾ നോക്കിയെടുക്കണം. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു ചേച്ചിയാണ്. കാരണം ചേച്ചി പ്രധാനമായിട്ട് വിഴിഞ്ഞം കടപ്പുറത്തുനിന്ന് മീനെടുക്കുന്ന ആളാണ്. അതുപോലെ തന്നെയാണ് ഫ്രഷ് മീൻ ഏത് കടപ്പുറത്ത് കിട്ടുമോ അവിടെ പോയി ഇയാൾ മീൻ എടുത്തുകൊണ്ട് വരും കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ കൂട്ടുകാർ കാണുമ്പോൾ തന്നെ മനസ്സിലാകും മീനുകളുടെ ഒരു ഫ്രഷ്നെസ്സും കാര്യങ്ങളും. മുള്ളും തലയും ആവശ്യപ്പെടുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. നമ്മുടെ ചാവടിനട വന്നു കഴിഞ്ഞാൽ മുള്ളും തലയും വാങ്ങാവുന്നതാണ്. അതുപോലെ ഉണക്കമീൻ വാളയും അയിലയും. ഈ മീനുകളുടെ ഒരു ഫ്രഷ്നെസ് ഒന്ന് നോക്കിക്കൊള്ളണേ. നിർമ്മല ചേച്ചി എന്ത് അങ്ങോട്ട് നോക്കുന്നത്? നമ്മുടെ ചേച്ചിയുടെ കയ്യിലും ഫ്രഷ് മീനുകളുണ്ട്. ചേച്ചി എന്തൊക്കെ മീനുണ്ട്? അയിലുണ്ട്, കൊഴിയാളുണ്ട്, നത്തോലിയുണ്ട്, ചൂരക്കുട്ടിയുണ്ട്, വാളയുണ്ട്, ചൂരുണ്ട്, വേളപ്പാരുണ്ട്, കൊഞ്ചുണ്ട്, കണവയുണ്ട്, കൊഴിയാള. മീന് കുറവാണില്ലേ? ഞായറാഴ്ച ഒരു ദിവസം ഇല്ല, അല്ലാത്ത ദിവസം 4 മണി തൊട്ട് രാത്രി 1 മണി വരെ ഉണ്ട്.